ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC 2025 ചോദിച്ചിരിക്കുന്ന ആവർത്തിക്കുന്ന സയൻസ് ചോദ്യങ്ങൾ ആണ്. GK ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏപ്രിൽ നടന്ന 23-ാം തീയതി നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഒറ്റ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം 15ഓളം വീഡിയോസ് ഉണ്ട്. അപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ഒന്നാമത്തത്, കാർബണിന്റെ വിവിധ ഐസോടോപ്പുകളിൽ ലഭ്യത കൂടുതൽ ഏതിനാണ്? കാർബൺ 12-നാണ് കാർബണിന്റെ വിവിധ ഐസോടോപ്പുകളിൽ ലഭ്യത കൂടുതൽ. അറ്റോമിക മാസ് നിർണ്ണയിക്കുന്നത് കാർബണിന്റെ ഏത് ഐസോടോപ്പ്? കാർബൺ 12 അറ്റോമിക മാസ് നിർണ്ണയിക്കുന്നത്. ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിന് രാസസംയോജക നിയമങ്ങൾ വിശദീകരിക്കാൻ സാധിച്ചു. ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് അതാണ്. ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിന് ഏത് നിയമങ്ങൾ? രാസസംയോജക നിയമങ്ങൾ വിശദീകരിക്കുവാൻ സാധിച്ചു. ജർമ്മൻ സിൽവർ എന്നത് എന്തിന്റെയൊക്കെ കോമ്പിനേഷൻ ആണ്? കോപ്പർ, സിങ്ക്, നിക്കൽ. കോപ്പർ, സിങ്ക്, നിക്കൽ എന്നിവയുടെ കോമ്പിനേഷൻ ആണ് ജർമ്മൻ സിൽവർ എന്ന് പറയുന്നത്. ലാന്തനൈഡുകളുടെ സങ്കരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഷ് മെറ്റൽ ആണ്. ലാന്തനൈഡുകളുടെ സങ്കരമാണ് മിഷ് മെറ്റൽ. 16-ാം ഗ്രൂപ്പ് മൂലകങ്ങള് ചാൽക്കോജൻ. ചാൽക്കോജൻ 16-ാം ഗ്രൂപ്പ് മൂലകങ്ങള്. ഹാലോജൻ 17-ാമത്തെ ഗ്രൂപ്പിലേതാണ്. pH പേപ്പർ ഉപയോഗിച്ച് 1 മുതൽ 14 വരെ പരിധിയിൽ എത്ര കൃത്യതയോടെ pH മൂല്യം കണ്ടുപിടിക്കാൻ സാധിക്കും? 0.05 കൃത്യതയോടെ. അപ്പൊ എത്ര കൃത്യതയോടെയാണ് pH പേപ്പർ ഉപയോഗിച്ച് 1 to 14 വരെ പരിധിയിൽ pH മൂല്യം കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്? 0.05. അറ്റോമിക നമ്പർ 118-ആയ മൂലകമാണ് ഒർഗാനസൺ. ആധുനിക ആവർത്തന പട്ടികയിൽ ഇപ്പോഴുള്ള മൂലകങ്ങളുടെ എണ്ണം 118. 60 ഡിഗ്രി കോണിൽ പ്രൊജക്ട് ചെയ്യപ്പെടുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജം E ആണ്. ഏറ്റവും ഉയർന്ന പോയിന്റിൽ അതിന്റെ ഗതികോർജം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ E/4 ആണ്. എത്ര ഡിഗ്രി കോണാണ്? 60 ഡിഗ്രി കോണിൽ പ്രൊജക്ട് ചെയ്യപ്പെടുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജം E എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ഉയർന്ന പോയിന്റിൽ അതിന്റെ ഗതികോർജം E/4 ആണ്. ഇപ്ക, അതായത് ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ഇപ്കയുടെ ആസ്ഥാനം. ഇപ്ക എന്നത് വംശനാശ ഭീഷണി നേരിടുന്ന ലോകത്തിലെ തന്നെ. അപ്പൊ അതിന്റെ ആരുടെ നേതൃത്വത്തിലാണ്? ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. അപ്പൊ അതിന്റെ ആസ്ഥാനം ഡൽഹിയിലാണ്. മലമ്പനിക്ക് കാരണമാകുന്നത് പ്രോട്ടോസോവയാണ് മലമ്പനിക്ക് കാരണമാകുന്നത്. മനുഷ്യനിൽ മാംസ്യത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നിയാണ് ട്രിപ്സിൻ. മനുഷ്യനിൽ പ്രോട്ടീൻ ദഹിക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് ട്രിപ്സിൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേര് ആണ് സീറം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേര് സീറം. പ്രമേഹബാധിതരായ കുട്ടികളെ സഹായിക്കുന്ന പദ്ധതി ആണ് മിഠായി എന്ന പദ്ധതി. വയോമിത്രം പദ്ധതി എത്ര വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ? 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ. വയോമിത്രം പദ്ധതി. ഒരു വസ്തുവിന് ഒരു ഗ്രഹത്തിൽ നിന്നുള്ള പലായന പ്രവേഗം വസ്തുവിന്റെ ദ്രവ്യത്തെ ബാധിക്കുന്നുണ്ടോ? പലായന പ്രവേഗം, ഒരു വസ്തുവിന്റെ ഒരു ഗ്രഹത്തിൽ നിന്നുള്ള പലായന പ്രവേഗം വസ്തുവിന്റെ ദ്രവ്യത്തെ ബാധിക്കുന്നുണ്ടോ? ദ്രവ്യവുമായി പലായന പ്രവേഗത്തിന് യാതൊരുവിധ ബന്ധവും ഇല്ല. പ്രവേഗവും ദ്രവ്യവുമായിട്ട്, അല്ലെങ്കിൽ പലായന പ്രവേഗത്തിന് ദ്രവ്യവുമായി യാതൊരു ബന്ധവും ഇല്ല. ഏതു ലോകത്തിന്റെ ഓക്സിജൻ അടങ്ങിയ അയിരാണ് പൈറുലോസൈറ്റ്? മാംഗനീസിന്റെ ഓക്സിജൻ അടങ്ങിയ അയിരാണ് പൈറുലോസൈറ്റ്. പൈറുലോസൈറ്റ്, മാംഗനീസ്. ഏതു വാതകമാണ് ഉയർന്ന മർദ്ദത്തിലും 40 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലും ദ്രവീകരിക്കാൻ കഴിയുന്നത്? ഉയർന്ന മർദ്ദത്തിലും 40 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലും ദ്രവീകരിക്കാൻ കഴിയുന്നത് അമോണിയ ആണ്. അമോണിയ ആണ്
ഉയർന്ന മർദ്ദത്തിലും എത്ര ഡിഗ്രി സെൽഷ്യസ് താപനില 40 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലും ദ്രവീകരിക്കാൻ കഴിയുന്നത്. അടിസ്ഥാന SI ഏകകങ്ങളിൽ ഏതാണ് മറ്റുള്ള അടിസ്ഥാന SI ഏകകങ്ങളുടെ നിർവചനത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത്? സെക്കൻഡ്. അടിസ്ഥാന SI ഏകകങ്ങളിൽ അടിസ്ഥാന SI ഏകകങ്ങളുടെ നിർവചനത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് സെക്കൻഡ്. 2025 ലോക ആരോഗ്യ ദിന പ്രമേയം ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ. ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ. ഏതിനെ കേന്ദ്രീകരിച്ചാണ് ഇങ്ങനെ ഒരു പ്രമേയം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? നവജാത ശിശുക്കളുടെ ആരോഗ്യവും അതിജീവനവും. നവജാത ശിശുക്കളുടെ ആരോഗ്യവും അതിജീവനവും ആണ് 2025 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയമായിട്ടുള്ള ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ, നവജാത ശിശുക്കളുടെ ആരോഗ്യവും അതിജീവനവും കേന്ദ്രീകരിച്ചാണ് പറയുന്നത്. വിവ പ്രൊജക്ട് കേരള സർക്കാർ ആരംഭിച്ചത് 2023 വിവ പ്രൊജക്ട് ആരംഭിച്ചത്. ഏത് രോഗവുമായി ബന്ധപ്പെട്ട ആണ്? അനീമിയയെ നിവാരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് വിവ പ്രൊജക്ട്. മോസ്ഡാക് എന്നതിന്റെ ഫുൾ ഫോം എന്താണ്? മെറ്റീരിയോളജിക്കൽ ആൻഡ് ഓഷ്യനോഗ്രാഫിക് സാറ്റലൈറ്റ് ഡേറ്റ ആർക്കൈവൽ സെന്റർ എന്നാണ് മോസ്ഡാക്കിന്റെ ഫുൾ ഫോം. മെറ്റീരിയോളജിക്കൽ ഓഷ്യനോഗ്രാഫിക് സാറ്റലൈറ്റ് ഡേറ്റ ആർക്കൈവൽ സെന്റർ. സിഫിലിസിന് കാരണമാകുന്ന ജീവി ആണ് ട്രെപ്പോണിമ പല്ലിടം. ട്രെപ്പോണിമ പല്ലിടമാണ് സിഫിലിസിന് കാരണമാകുന്ന ജീവി. ട്രെപ്പോണിമ പല്ലിടം. ഗർഭാശയഗള ക്യാൻസറിന് കാരണം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. ഗർഭാശയഗള ക്യാൻസറിന് കാരണം ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. തൈറോയിഡ് ഹോർമോണിന്റെ സമന്വയത്തിന് ആവശ്യമായ അടിസ്ഥാന സൂക്ഷ്മ പോഷകമാണ് അയഡിൻ. തൈറോയിഡ് ഹോർമോണിന്റെ സമന്വയത്തിന് ആവശ്യമായ അടിസ്ഥാന സൂക്ഷ്മ പോഷകമാണ് അയഡിൻ. ഒരു മുതിർന്ന മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ 206. ഒരു മുതിർന്ന മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ 206. കാൽസ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. കാൽസ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നത് വൈറ്റമിൻ ഡി ആണ്. ആധുനിക സിദ്ധാന്തം അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടെത്താൻ സാധ്യതയുള്ള മേഖലയാണ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ആധുനിക സിദ്ധാന്തം അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടെത്താൻ സാധ്യതയുള്ള മേഖലയാണ് ഓർബിറ്റൽ. ആ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത്രയും ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.